നമ്മളുടെ ആരോഗ്യത്തിൻ്റെ നിലവിലത്തെ അവസ്ഥ എന്താണ് എന്നറിയാനായിട്ട് നമ്മൾ സാധാരണ ആശ്രയിക്കാറ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളാണ്. മേ ബി അതൊരു ഡീറ്റെയിൽ ബ്ലഡ് വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്കോ, TMT, അൾട്രാസൗണ്ട്, കൊളോനോസ്കോപ്പി തുടങ്ങിയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ചില ടെസ്റ്റുകളായിരിക്കാം. ഈ ടെസ്റ്റുകളിലൊക്കെ തന്നെ കാര്യമായിട്ടുള്ള വേരിയേഷൻസ് ഒന്നുമില്ല, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് അത് സന്തോഷം തരുന്ന ഒന്നാണ്, വളരെ ആശ്വാസകരമാണ്. പക്ഷേ സൂക്ഷ്മമായി നോക്കിയാൽ ഈ പറയുന്ന പരിശോധനകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് ആരോഗ്യമുണ്ടോ എന്നാണോ? ശരിക്കും പറഞ്ഞാലല്ല, നമുക്ക് അസുഖം വല്ലതും ഉണ്ടോ എന്നറിയാൻ തന്നെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ശരിക്കും ആരോഗ്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? ദർ ഇസ് എ ഗുഡ് ന്യൂസ്. കാരണം ഇന്ന് ഈ ഹെൽത്ത് സ്പാൻ എക്സ്പേർട്സുകളും ലോഞ്ചിവിറ്റി എക്സ്പേർട്സുകളും ഒക്കെ തന്നെ വർക്ക് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 10 ഹെൽത്ത് മാർക്കേഴ്സ്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ പല മാർക്കേഴ്സും ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, മേ ബി അല്ലെങ്കിൽ തൊട്ടടുത്ത ലാബിൽ പോയി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഈ 10 മാർക്കേഴ്സിൽ എല്ലാം തന്നെ ട്രൂ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നാൾ വരെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾക്ക് എത്രത്തോളം നല്ല ഹെൽത്ത് സ്പാൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ എനർജി ലെവൽസ് എന്താണ്, നമ്മളുടെ മൊബിലിറ്റി എന്താണ്, നമ്മളുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്താണ്, അതായത് ബുദ്ധിപരവും വൈകാരികവുമായിട്ടുള്ള നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ്. അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ക്രോണിക് ആയിട്ടുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, ഇപ്പോൾ പ്രമേഹവും രക്തസമ്മർദ്ദവും ഹൃദ്രോഗവും ക്യാൻസറും അമിതവണ്ണവും പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ കഴിവ്, ഇതിനെയൊക്കെ അളക്കുന്ന ഏറ്റവും മികച്ച 10 മാർക്കേഴ്സാണ്. ഈ 10 മാർക്കേഴ്സിൽ ഒരുപക്ഷെ 10ൽ 10 മാർക്കേഴ്സും ക്ലിയർ ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ 10ൽ 10, 9, 8, 8, 9, 10 ഇത്തരമൊരു ക്ലിയറൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം പീക്ക് ലെവലിലാണ്. നിങ്ങളുടെ ലോഞ്ചിവിറ്റിയും നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ഓവറോൾ ഹാപ്പിനെസ്സും വളരെ നന്നായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ മാർക്കേഴ്സ് 5, 6, 7 എന്നാണെങ്കിൽ നിങ്ങൾ യെല്ലോ സോണിലാണെന്ന് ഞാൻ പറയും. അതായത് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. 5ൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെഡ് സോണിലാണ്. അതായത് ആരോഗ്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനെ സംബന്ധിച്ച്, നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് നല്ല ഒരു പദ്ധതി, ഒരു പ്ലാൻ ആവശ്യമാണ്. നമുക്ക് ഈ മാർക്കേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 10 മാർക്കേഴ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്ന മാർക്കർ നിങ്ങളുടെ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ ആണ്. എന്താണ് ഇത്ര പ്രാധാന്യം കൊടുക്കാൻ കാരണം? വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു മെഷറിംഗ് ടേപ്പ് കൊണ്ട് ചെയ്യാവുന്ന ഒന്നാണ്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ആരും ഇത് ചെയ്ത് കണ്ടിട്ടില്ല. പലരും ഫോളോ ചെയ്യുന്നത് BMIയും നിങ്ങളുടെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് -100, അതെത്ര കിലോഗ്രാമാണ് നിങ്ങളുടെ ഭാരം എന്നുള്ളതാണ്. എന്താണ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ? അതിൻ്റെ മെഡിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? വേസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗമാണ്. അതായത് സാധാരണ വരുന്നത് നമ്മുടെ ബെല്ലി ബട്ടൻ്റെ തൊട്ട് മുകളിൽ ഒരു മെഷറിംഗ് ടേപ്പ് എടുത്താൽ കിട്ടുന്ന ചുറ്റളവാണ്. ഹിപ്പ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും വീതി കൂടിയ ഭാഗമാണ്. സാധാരണ നമ്മുടെ ഹിപ്പിന് ചുറ്റും വരുന്ന, ബട്ടക്സിന് ചുറ്റും വരുന്ന സർക്കംഫറൻസ് ആണ്. വേസ്റ്റും ഹിപ്പും തമ്മിലുള്ള അനുപാതം നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങളുടെ ഒരു സൂചനയാണ്. ഒരുപക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ച് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ 0.9ൽ താഴെയാകുന്നതും സ്ത്രീയെ സംബന്ധിച്ച് 0.85ൽ താഴെയാകുന്നതുമാണ് ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള ഒരു ലെവൽ. എനിക്കറിയുന്ന ഭൂരിഭാഗം പേർക്കും ഒരുപക്ഷെ തുടക്കത്തിലുണ്ടാകുന്ന മാറ്റം തിരിച്ചറിയാൻ കഴിയാറില്ല. നിങ്ങളുടെ ഹെൽത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറിൽ ഒന്ന്, ഒരു സംശയം വേണ്ട, ഏറ്റവും ലളിതമായ മാർക്കറിൽ ഒന്ന് നിങ്ങളുടെ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ ആണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം അസസ് ചെയ്യുന്നതിനകത്ത്, അദ്ദേഹത്തിൻ്റെ ലോഞ്ചിവിറ്റി അസസ് ചെയ്യുന്നതിനകത്ത് ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ മാർക്കേഴ്സുകളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രിപ്പ് സ്ട്രെങ്ത് ആണ്. എന്താണ് ഗ്രിപ്പ് സ്ട്രെങ്ത്? നിങ്ങൾക്കൊരു വസ്തുവിൽ എത്രത്തോളം മുറുകെ പിടിക്കാൻ സാധിക്കുന്നു, അത് എത്രത്തോളം സമയം സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു, അതും ഒരുപക്ഷെ നിങ്ങളുടെ ശരീരഭാരത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന രീതിയിൽ ഒരു ബാറിൽ ഹോൾഡ് ചെയ്തുകൊണ്ടാണെങ്കിലോ, നമുക്കിതിനെ വേണമെങ്കിൽ ഡെഡ് ഹാങ് ടെസ്റ്റ് എന്ന് പറയാൻ സാധിക്കും. ഒരു ഗ്രിപ്പ് സ്ട്രെങ്ത് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ലളിതമായ മാർഗ്ഗമാണ് ഡെഡ് ഹാങ് ടെസ്റ്റ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ മിനിമം ഒരു 90 സെക്കൻഡ്സ്, 1.5 മിനിറ്റെങ്കിലും ശരീരഭാരം തൂക്കിയിടാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു എക്സലൻ്റ് ആയിട്ടുള്ള ഗ്രിപ്പ് സ്ട്രെങ്ത് ഉള്ള ഒരാളാണ്.
പുരുഷനെ സംബന്ധിച്ചാണെങ്കിൽ 2 മിനിറ്റാണ് പറയുന്നത്. എന്താണ് ഗ്രിപ്പ് സ്ട്രെങ്തിൻ്റെ റിലവൻസ്? ഗ്രിപ്പ് സ്ട്രെങ്തിൻ്റെ റിലവൻസ് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രോക്സിയാണ്, അതായത് ഒരു പ്രതിനിധിയാണ്. നിങ്ങളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങൾ, അത് നിങ്ങളുടെ ഭക്ഷണ രീതിയായിരിക്കാം, വ്യായാമമായിരിക്കാം, നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്റ്റെബിലിറ്റി, മൊബിലിറ്റി, ബാലൻസ്, ഇതിനെയൊക്കെ തന്നെ അളക്കാൻ സാധിക്കുന്ന അതിൻ്റെ ഒരു പ്രതിനിധിയാണ് നിങ്ങളുടെ ഗ്രിപ്പ് സ്ട്രെങ്ത്. കുറച്ചൊരു പ്രിസൈസായിട്ട് ഗ്രിപ്പ് സ്ട്രെങ്ത് അസസ് ചെയ്യാനായിട്ട് നമുക്ക് ഹാൻഡ് ഡൈനാമോമീറ്റേഴ്സ്, വളരെ എക്സ്പെൻസീവ് ഒന്നുമല്ല, നമുക്ക് അവൈലബിൾ ആണ്. അതിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള മാർക്കേഴ്സ് ഉണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് 25-ന് എത്രത്തോളം മുകളിലോട്ട് പോകുമ്പോൾ അത്രയും നല്ലത്. പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ 45-ന് മുകളിലോട്ടാണെങ്കിൽ അത്രയും നല്ലത്. ഒരു വ്യക്തി ഗ്രിപ്പ് സ്ട്രെങ്ത് നല്ല രീതിയിൽ സ്കോർ ചെയ്യുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്രെയിൻ ഹെൽത്താണ്, കൊഗ്നിറ്റീവ് ഫങ്ഷൻസാണ്, മെറ്റബോളിക് ഹെൽത്താണ്. അല്ലാതെ വെറുതെ ബാറിൽ കിടന്ന് പ്രാക്ടീസ് ചെയ്ത് ഗ്രിപ്പ് സ്ട്രെങ്ത് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇപ്പോൾ ദൈനംദിനമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ആ വ്യക്തി ആർജിച്ചെടുക്കുന്ന ഒന്നാണ്, അക്വയർ ചെയ്യുന്ന ഒന്നാണ് നല്ല ഗ്രിപ്പ് സ്ട്രെങ്ത്. സോ ഗ്രിപ്പ് സ്ട്രെങ്ത് ക്യാൻ ബി കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ മാർക്കേഴ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ലോഞ്ചിവിറ്റി. ഗ്രിപ്പ് സ്ട്രെങ്ത് പോലെ തന്നെ ഹെൽത്തിൻ്റെയും ലോഞ്ചിവിറ്റിയുടെയും മറ്റൊരു പ്രധാനപ്പെട്ട പ്രോക്സിയാണ് VO2 max. അതായത് നമ്മുടെ ശരീരം പരമാവധി എത്രമാത്രം ഓക്സിജനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഏറ്റവും മികച്ച എക്സസൈസുകളും എക്സേഷണൽ ആക്ടിവിറ്റീസും ചെയ്യുന്ന സമയത്ത് ഓക്സിജനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു അളവുകോലാണ് VO2 max. ഇന്ന് VO2 max മെഷർ ചെയ്യാൻ പറ്റുന്ന ആധുനികമായിട്ടുള്ള മെഷർമെൻറ്റ് ലാബുകളും ഡിവൈസസും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ VO2 max എന്തിൻ്റെ സൂചനയാണെന്ന് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നല്ല VO2 max സ്കോർ കിട്ടുന്ന ഒരാളുടെ ഹൃദയം, പേശികൾ, അതുപോലെ തന്നെ ശ്വാസകോശവും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റവും വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. അങ്ങനെ നോക്കിയാൽ നമ്മളുടെ മെറ്റബോളിക് ഹെൽത്തിൻ്റെ ഒരു ട്രൂ ഇൻഡിക്കേറ്ററാണ് നമ്മളുടെ VO2 max. ആയുസിൻ്റെ ഒരു ട്രൂ ഇൻഡിക്കേറ്ററാണ് VO2 max. നമ്മളുടെ എനർജി പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിൻ്റെ ട്രൂ ഇൻഡിക്കേറ്ററാണ് VO2 max. ഒരു പക്ഷേ ഒരു ലാബിൻ്റെ സൗകര്യങ്ങളോട് നമുക്ക് കടക്കാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ VO2 max മെഷർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ടെക്നിക്സ് നമുക്ക് നോക്കാം. ഒരു പക്ഷേ നിർത്താതെ പരമാവധി വേഗത്തിൽ നിങ്ങൾക്ക് ഒരു 12 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം കവർ ചെയ്യാൻ സാധിക്കും? ഒരു പക്ഷേ ഒരു സ്മാർട്ട് വാച്ച് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആപ്പ് കൊണ്ടോ നമുക്ക് മെഷർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പ്ലേയിങ് ഗ്രൗണ്ട്സിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസിനെ ഒരു കൂപ്പർ ടെസ്റ്റ് കാൽക്കുലേറ്റർ, ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്ന ഇമേജ് കൂപ്പർ ടെസ്റ്റിൻ്റെ ഒരു കാൽക്കുലേറ്ററിൻ്റെ ഇമേജാണ്. ആ ഇമേജിൽ കൂടെ നിങ്ങൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ VO2 max എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു പക്ഷേ അത് മികച്ചതാകണമെന്നില്ല, എൻ്റെത് ഒരു മികച്ച സ്കോറൊന്നുമല്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ എക്സസൈസിൽ കൂടെയും നമ്മുടെ വ്യായാമ രീതിയിൽ കൂടെയും നമ്മുടെ ഉറക്കത്തിൽ കൂടെയും മറ്റ് ജീവിതശൈലി പരിഷ്കരണത്തിൽ കൂടെയും നമുക്ക് നമ്മുടെ VO2 max ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ട്രൂ പെർസ്പെക്റ്റീവ് നോക്കിയാൽ VO2 max ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഹെൽത്തിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ലോഞ്ചിവിറ്റിയിലും അത് ഡെഫിനറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യും. നമ്മളുടെ ശാരീരിക ക്ഷമത, പ്രത്യേകിച്ചും നമ്മളുടെ കോർ ബോഡി, അതായത് നമ്മുടെ സെൻട്രൽ ബോഡി, അതുപോലെ നമ്മുടെ ലോവർ ബോഡി, കാലുകൾക്ക് എത്രമാത്രം കായികക്ഷമത, ബലമുണ്ട് എന്നുള്ളതിൻ്റെ ടെസ്റ്റാണ് എയർ സ്ക്വാട്ട് ഹോൾഡ്. ഒരു പക്ഷേ ഈ ഇമേജ് കാണുമ്പോൾ എന്താണ് എയർ സ്ക്വാട്ട് ഹോൾഡ് എന്ന് മനസ്സിലാവും. ഒരു ഇമാജിനറി ചെയറിൽ എത്ര സമയം വളരെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഒരു പുരുഷനെ സംബന്ധിച്ച് മിനിമം 2 മിനിറ്റ് എങ്കിലും എയർ സ്ക്വാട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ 90 സെക്കൻഡ്സ് എങ്കിലും ഉണ്ടാവും. ഒരു പക്ഷേ ഇത്തരം ഒരു ടെസ്റ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് എയർ സ്ക്വാട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറ് പോലില്ല. ബട്ട് എയർ സ്ക്വാട്ട് ഹോൾഡ് ഡെഫിനറ്റ്ലി ഇൻഡിക്കേറ്റ്സ് യുവർ കോർ സ്ട്രെങ്ത് ആൻഡ് യുവർ ലോവർ ബോഡി സ്ട്രെങ്ത്. ഹെൽത്ത് അസസ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി ടെസ്റ്റ് ഉണ്ട്. അത് സിറ്റിംഗ് റേസിംഗ് ടെസ്റ്റാണ്. ക്രോസ് ലെഗഡ് തറയിൽ ഇരുന്നിട്ട് സപ്പോർട്ട് ഇല്ലാതെയാണെങ്കിൽ ഏറ്റവും മികച്ചത് ഒരു 5 മുതൽ 10 തവണയെങ്കിലും റെപ്പിറ്റീഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കോർ സ്ട്രെങ്ത്, അതുപോലെ ബാലൻസ്, സ്റ്റെബിലിറ്റി എല്ലാത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അതുപോലെ ഒന്നാണ് സിംഗിൾ ലെഗ് സ്റ്റാൻഡ്. അത് കണ്ടിന്യൂസ് ആയിട്ടൊരു 60 to 90 സെക്കൻഡ്സ്, മേ ബി ടുവേർഡ്സ് എൻഡ് ഒന്ന് കണ്ണടച്ചിട്ട് നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ബാലൻസ്, മൊബിലിറ്റി ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഇത് ചെയ്തതുകൊണ്ട് മാത്രം അത് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യുന്ന കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിന്ന് അച്ചീവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സാണ് സിറ്റിംഗ് റേസിംഗ് ടെസ്റ്റും അതുപോലെ തന്നെ സിംഗിൾ ലെഗ് സ്റ്റാൻഡും.
നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം അസസ് ചെയ്യുക എന്നുള്ളത് ഹെൽത്തിൻ്റെ ട്രാക്കിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട മെറ്റബോളിക് മാർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിനും അതുപോലെ നമ്മളുടെ HbA1c ആണ്. പലപ്പോഴും ആൾക്കാർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനെയും അതുപോലെ ഭക്ഷണത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗറിനെയും മാത്രം നോക്കുകയും അത് ശരാശരി നിലവാരത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി ആ വിഷയം ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. പക്ഷേ നമ്മളുടെ മെറ്റബോളിസം തകരാറിലായി തുടങ്ങുന്നതിന് വളരെ മുമ്പേ തന്നെ നമുക്ക് തരുന്ന സൂചനകളിൽ ഒന്നാണ് നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റബോളിക് ഹോർമോൺ ആയിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ഉയർന്ന അളവിൽ ഇൻസുലിൻ നമ്മുടെ രക്തത്തിൽ പ്രത്യേകിച്ചും ഫാസ്റ്റിംഗ് ലെവൽ കാണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ വളരെ നിസ്സാരമായിട്ട് ഒരു ബ്ലഡ് വർക്കിൽ കൂടെ കണ്ടെത്താൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ ഒന്നാണ് 3 മാസത്തെ നമ്മളുടെ ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന HbA1c ആണ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ 7 യൂണിറ്റ്സിൽ താഴെയും HbA1c 5.6 താഴെയുമാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ മെറ്റബോളിസം വളരെ വളരെ സ്ട്രോങ് ആണ്. മാത്രമല്ല പല മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള അതായത് പ്രീ ഡയബറ്റീസ്, ഡയബറ്റീസ്, അമിതവണ്ണം, ഫാറ്റി ലിവർ, ലിപ്പിഡ് പ്രൊഫൈലുള്ള വേരിയേഷൻസ്, ഹാർട്ട് ഡിസീസസ്, ഡിമെൻഷ്യ തുടങ്ങിയതൊക്കെ തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ആരോഗ്യ അവസ്ഥയിലാണ് ആ വ്യക്തി എന്നുള്ളതാണ് ഈ മാർക്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ്. പലപ്പോഴും ഈ സന്ധികളിലുണ്ടാകുന്ന വേദനയ്ക്ക് കാരണമാകുന്നത് യൂറിക് ആസിഡും അതുപോലെ തന്നെ നമ്മൾക്ക് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാകുന്നതിൻ്റെ കാരണക്കാരൻ ഒന്നാണ് യൂറിക് ആസിഡ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും യൂറിക് ആസിഡിനെ നമ്മൾ കാണുന്നത് ഗൗട്ട് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. പക്ഷേ ആരോഗ്യത്തെ സംബന്ധിച്ച് ഇന്നത്തെ മെറ്റബോളിക് ഹെൽത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മാർക്കേഴ്സിൽ ഒന്നാണ് നമ്മുടെ ബ്ലഡിലെ യൂറിക് ആസിഡ് ലെവൽസ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു യൂറിക് ആസിഡ് ലെവൽസ് അതായത് ഒരു 5 to 5.5 താഴെയാണ് എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു പ്രധാനപ്പെട്ട മെറ്റബോളിക് മാർക്കറാണ്. എന്തിന്? യൂറിക് ആസിഡ് ലെവൽസ് ADHD പോലുള്ള കണ്ടീഷൻസ്, ഡിമെൻഷ്യ പോലുള്ള കണ്ടീഷൻസ്, അതുപോലെ അമിതമായ രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ പോലുള്ള കണ്ടീഷൻസ്, കാർഡിയോവാസ്കുലർ ഡിസീസസിന് വളരെ പ്രധാനപ്പെട്ട മാർക്കേഴ്സാണ്. പലപ്പോഴും യൂറിക് ആസിഡ് ഒരു ഗൗട്ടോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണോ ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കുന്നതിന് പകരം നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ നിലവിലത്തെ അവസ്ഥ തിരിച്ചറിയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാർക്കറായിട്ട് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒന്നാണ് നിങ്ങളുടെ യൂറിക് ആസിഡ് ലെവൽസ്. സൂര്യപ്രകാശത്തിൽ നിന്ന് യഥേഷ്ടം ലഭിക്കും എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി ലെവൽസ്. പലപ്പോഴും പേരിലൊരു വൈറ്റമിൻ ഡി ഉണ്ട് എന്നുള്ളൊരു കുറ്റം മാത്രമേ വൈറ്റമിൻ ഡിക്ക് ഉണ്ടായിട്ടുള്ളൂ. ശരിക്കും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലെ 1000-ൽ പരം ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോ ഹോർമോണാണ്. ഞെട്ടിപ്പിക്കുന്നതാണ് നിലവിലത്തെ വൈറ്റമിൻ ഡിയുടെ സ്റ്റേറ്റസ്. 80 to 90% പോപ്പുലേഷനിലും ശരിക്കും വൈറ്റമിൻ ഡിയുടെ അളവ് ആവശ്യമായ അളവിൽ വളരെ വളരെ താഴെയാണ്. പല ആൾക്കാരും ഇത് വളരെ ഷോക്കായിട്ടാണ് പലപ്പോഴും ഒരു ബ്ലഡ് വർക്കിൽ കൂടെ ആക്സിഡൻ്റായിട്ട് അറിയുന്നത്. ഏറ്റവും മികച്ച വൈറ്റമിൻ ഡി ലെവൽസ് 70 to 100 ആണ്. ഒരുപക്ഷെ ഒരു നിസ്സാര വിഷയമാണ്, കാരണം ഒരു 3-4 മാസത്തെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ ഇത് കൺസിസ്റ്റൻ്റായിട്ട് ഒരു വർഷത്തിലുടനീളം വർഷങ്ങളോളം വൈറ്റമിൻ ഡി 70 to 100 മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരോഗ്യത്തിനെ സംബന്ധിച്ച്, ഹെൽത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യത്തോടെ ട്രാക്ക് ചെയ്യേണ്ട മാർക്കേഴ്സിൽ ഒന്നാണ്. പലപ്പോഴും വൈറ്റമിൻ ഡിയിൽ ഉണ്ടാകുന്നൊരു കൺഫ്യൂഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലഡ് റിപ്പോർട്ട്സിൽ മേ ബി ഒരു 20 to 30 ആണെന്നുണ്ടെങ്കിൽ സഫീഷ്യൻ്റ് എന്നായിരിക്കും കാണുക. പലപ്പോഴും പല ആൾക്കാരും ഇതിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവും. വൈറ്റമിൻ ഡി സഫീഷ്യൻ്റ് എന്നേ എഴുതിയിട്ടുള്ളൂ, അത് മികച്ചതാണ്, ഒപ്റ്റിമം ആണെന്ന് എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 70 to 100 ആണ് ഒപ്റ്റിമൽ ലെവൽസ്. പക്ഷേ ഒരു കാര്യമുണ്ട്, വൈറ്റമിൻ ഡി അധികമായാൽ അതൊരു ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി ടോക്സിക്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ഗൈഡൻസ് ഈ വിഷയത്തിൽ എടുക്കുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന അവയവം ഏതാണെന്നറിയാമോ? നമ്മളുടെ മെറ്റബോളിക് ഹെൽത്തിൽ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം രോഗപ്രതിരോധ ആരോഗ്യത്തിൽ, നമ്മളുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസിൽ, നമ്മളുടെ ഇമോഷണൽ ഹെൽത്തിൽ, നമ്മുടെ ഹോർമോൺ ഹെൽത്തിൽ, എന്തിനും നമ്മളുടെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന അവയവം നമ്മളുടെ പേശികളാണ്. ആവശ്യത്തിന് പേശികൾ ഉണ്ടാകുക, ആ പേശികൾ നിലനിർത്തുക, പ്രായമാകും തോറും പേശികളെ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ വ്യായാമ രീതിയിൽ ഉണ്ടാകുന്നുള്ള ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്കെലിറ്റൽ മസിൽസ് ഇന്ന് ഏറ്റവും കൂടുതൽ റേറ്റ് ചെയ്യുന്ന ഹെൽത്ത് മാർക്കേഴ്സിലൊന്നാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട്, നോൺ ഇൻവേസീവായിട്ട് നമ്മുടെ ശരീരത്തിലെ ബോഡി കോമ്പോസിഷൻ അസസ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക്കൽ ഇംപെഡൻസ് മീറ്റേഴ്സ് അവൈലബിൾ ആണ്.
ഏറ്റവും മികച്ച റിലയബിൾ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡുകൾ കൂടി, ഒരുപക്ഷെ ഇത് യഥേഷ്ടം നമ്മുടെ നാടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള BCA അസസിങ് മെഷീൻസിൽ കൂടി നിങ്ങളുടെ സ്കെൽട്ടൺ മസിൽസ് ഒന്ന് അസസ് ചെയ്യണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു ട്രൂ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന രീതിയിൽ നോക്കിയാൽ നമ്മുടെ സ്കെൽട്ടൺ മസിൽസ് ഒരു 45 to 50% ഓഫ് ദി ബോഡി വെയ്റ്റ്, പുരുഷന്മാരെ സംബന്ധിച്ച് 45 മുതൽ 50% ശരീരഭാരത്തിൻ്റെ ഷെയറും ഹോൾഡ് ചെയ്യേണ്ടത് പേശികളായിരിക്കണം. അതും അസ്ഥികളുടെ പേശികളാണ്. ടോട്ടൽ മസിൽ മാസ് അല്ല, സ്കെൽട്ടൺ മസിൽ മാസ്. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 40 to 45% ആണെങ്കിൽ ഗുഡ്. അപ്പോൾ അതായത് പേശികളുടെ നിർണയവും പേശികളെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ജീവിതശൈലി പരിഷ്കരണവും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യങ്ങളൊന്നാണ്. ആരോഗ്യത്തിൽ അതുപോലെ തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു അവയവമാണ് നമ്മളുടെ കൊഴുപ്പ്. പ്രത്യേകിച്ചും നമ്മുടെ ശരീരത്തിൻ്റെ അബ്ഡമിനകത്ത് കാണുന്ന കൊഴുപ്പ്, ഇൻട്രാ അബ്ഡമിനൽ ഫാറ്റ് അല്ലെങ്കിൽ വിസറൽ ഫാറ്റ്. ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഒരു മോശം മെറ്റബോളിസത്തിൻ്റെയും നമ്മുടെ ശരീരത്തിൽ നിരന്തരമായി നടക്കുന്ന ഇൻഫ്ലമേഷൻ്റെയും സൂചനയാണ്. നമുക്ക് പലർക്കും അറിയാം, നമുക്കിന്നുണ്ടാകുന്ന പല രോഗങ്ങളുടെയും ഒരു ഫിസിയോളജിക്കൽ റൂട്ട്, ഒരു കോസ് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാത്തിലും ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ട്. അതായത് വിസറൽ ഫാറ്റിൻ്റെ അസസ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ശരീരത്തിൽ എത്ര വിസറൽ ഫാറ്റ് ഉണ്ട്, എത്ര ഇൻട്രാ അബ്ഡമിനൽ ഫാറ്റ് ഉണ്ട്? ശരീരഭാരത്തിൻ്റെ പുറകെ നടക്കാതെ സ്കെൽട്ടൺ മസിൽസ് പോലെ തന്നെ വിസറൽ ഫാറ്റ് അസസ്മെൻറ്റും നമുക്ക് ബോഡി കോമ്പോസിഷൻ അനലൈസേഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. മികച്ച വിസറൽ ഫാറ്റിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും നല്ല ആരോഗ്യകരമായിട്ട് വിസറൽ ഫാറ്റിൻ്റെ അവസ്ഥ ശരീരഭാരത്തിൻ്റെ 10% താഴെയായിരിക്കണം. ഒരുപക്ഷെ സ്കിൻ ഫാറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് സ്കിൻ ഫാറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും ഒരുപക്ഷെ മെറ്റബോളിസത്തെയോ ട്രൂ ഹെൽത്തിനെയോ ലോഞ്ചിവിറ്റിയോ അധികം അഫക്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ടേക്ക് കെയർ ഓഫ് യുവർ വിസറൽ ഫാറ്റ്. ഒരുപക്ഷെ ഈ 10 മാർക്കേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിൽ ഇപ്പോഴത്തെ ഈ മാർക്കേഴ്സിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് അസസ് ചെയ്യാൻ സാധിച്ചാൽ ഒരു വളരെ വലിയൊരു മാറ്റം അല്ലെങ്കിൽ വളരെ നല്ലൊരു ഹെൽത്ത് പ്ലാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ തയ്യാറാക്കാൻ സാധിച്ചേക്കാം. ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാണെന്നപോലെ ഞാൻ പേഴ്സണലി വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ ഹാർമണിയിൽ വരുന്ന പല ക്ലയൻസിനോടും ഈ മാർക്കേഴ്സും അതിൻ്റെ സയൻസും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പദ്ധതികൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് അവർ സ്വയം മനസ്സിലാക്കുകയും ഞങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആവേശം ചില്ലറയൊന്നുമല്ല. നമ്മളിപ്പോൾ സംസാരിച്ച ഈ 10 മാർക്കേഴ്സിൽ നിങ്ങൾ നിൽക്കുന്നത് ഏത് സോണിലാണ്? ഗ്രീൻ സോണിലാണോ, യെല്ലോ സോണിലാണോ, അതോ റെഡ് സോണിലാണോ? നിങ്ങൾ ഏത് സോണിലായിക്കോട്ടെ, ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രൊഫഷണലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ജീവിതശൈലി പരിഷ്കരണത്തിന് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് റെഡ് സോണിൽ നിന്ന് യെല്ലോയിലോട്ടും അവിടെ നിന്ന് ഗ്രീനിലോട്ടും, എന്തിന് ഗ്രീനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പരമാവധി മുന്നോട്ട് പോകാൻ കഴിയും. അതിനുള്ളൊരു സയൻസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഹാർമണിയിൽ ഇത്തരത്തിലുള്ള അസസ്മെൻറ്റ് മാർക്കേഴ്സുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തെ സംബന്ധമായ ചർച്ചകൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് രോഗങ്ങളില്ലാതിരിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ചില ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് ആരോഗ്യത്തെ കാണാതെ ഇത്തരത്തിലുള്ള ആവേശം ജനിപ്പിക്കുന്ന ആരോഗ്യവും ഊർജ്ജസ്വലതയും നിലനിർത്താൻ കഴിയുന്ന കാര്യത്തിലൂടെ നമ്മളുടെ ഫോക്കസും ആക്ടിവിറ്റിയും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് നമുക്ക് സാധിക്കുന്നത് എന്താ? നമുക്ക് ഈ രോഗങ്ങളെക്കുറിച്ച് തന്നെ അല്ലെങ്കിൽ രോഗങ്ങളെ മുഴുവൻ ഒഴിവാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല, ഒരുപക്ഷെ ഒരു ഡിസൈനിൽ കൂടെ ഒരു ആരോഗ്യത്തെയും ആയുസ്സിനെയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത്തരത്തിലുള്ളൊരു പ്രോആക്റ്റീവ് അപ്രോച്ചിലൂടെ നമുക്ക് ഹെൽത്തിനെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതല്ലേ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് ന്യൂസ്. ഇപ്പം നമ്മൾ സംസാരിച്ച പല പ്രധാനപ്പെട്ട ഹെൽത്ത് മാർക്കേഴ്സിനെ സംബന്ധിച്ചും അതിൻ്റെ സയൻസിനെ സംബന്ധിച്ചുമുള്ള ചില വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം ഷെയർ ചെയ്യാം. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഈ പ്രധാനപ്പെട്ട 10 മാർക്കേഴ്സിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ സോൺ എന്താണ് എന്നുള്ളതും കൂടി ഒന്ന് അസസ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട്